എമ്പുരാൻ, ബസൂക്ക, ബസൂക്ക എന്ന് പറഞ്ഞിട്ട് നിറയെ ഈ രണ്ട് ചിത്രങ്ങളെ കുറിച്ച് നിറയെ ഓരോ വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് കളക്ഷൻ തേടി മുന്നോട്ട് പായുന്ന എമ്പുരാനിൽ അഭിനയിച്ച ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ചൊരു കാര്യമാണ്. ആന്റണി പെരുമ്പാവൂർ ആ ചിത്രത്തിൽ ഒരു റോൾ ചെയ്തിരുന്നല്ലോ. ആ കഥാപാത്രത്തിനെ മോശമാക്കി മാറ്റി, കോമഡിയാക്കി, ചളിയാക്കി മാറ്റി എന്നൊക്കെ തരത്തിലുള്ള നിറയെ കമൻറ്റുകൾ ഞാനിങ്ങനെ ഈ അടുത്ത് കണ്ടിരുന്നു. അപ്പം എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ശോകമായിട്ട് തോന്നി. അശ്ശോ, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രത്തിനെ നല്ല രീതിയിൽ പുള്ളിക്ക് എങ്ങനെയൊക്കെ ആ കഥാപാത്രത്തിനെ പൊലിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുമ്പോൾ പുള്ളിയുടെ പരമാവധി പുള്ളി നല്ല പോലെ പണിയെടുത്ത് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിൽ നിന്ന് ആ സീൻ കാണുമ്പോൾ ആരും തന്നെ ആ കഥാപാത്രത്തിന്റെ ആ വരവിൽ കൂവുകയോ കൂക്കി വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അത് തന്നെ അദ്ദേഹത്തിന് ഒരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു ആ കിട്ടിയത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ കാലമായിട്ട് അദ്ദേഹം ഇങ്ങനെ മോഹൻലാൽ ചിത്രങ്ങളിലൊക്കെ മുഖം കാണിക്കുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മോഹൻലാലിന്റെ ഒരു കട്ട ആരാധകനാണ്. അത്രയേറെ ആരാധകനാണ് അദ്ദേഹം മോഹൻലാലിന്റെ. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയേറെ ജീവനാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ചിത്രങ്ങളിൽ അദ്ദേഹം ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ ചിത്രത്തിലെ എമ്പുരാനിൽ അദ്ദേഹം ചെയ്ത കഥാപാത്രം മോശമായിട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന്റെ കഥാപാത്രം മോശമായി, അദ്ദേഹം വളരെ കോമഡിയാക്കി മാറ്റി, ചെളിയാക്കി മാറ്റി, കോമാളിയാക്കി മാറ്റി എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ നിറയെ കേൾക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആന്റണി പെരുമ്പാവൂർ എന്തായാലും എമ്പുരാനിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തു. അങ്ങനെ സൂപ്പറായിട്ട് ചെയ്യട്ടെ. അദ്ദേഹം ഒരു നായകനായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ, അടിപൊളിയാവട്ടെ. എന്ന് വെച്ചാൽ നമുക്കൊരു എന്താ സൂപ്പറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യണം. അത് മോശമാക്കി തീർക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പറയാനുള്ളത് ബസൂക്ക എന്ന് പറഞ്ഞ ചിത്രം. ഇപ്പൊ എമ്പുരാൻ, ബസൂക്ക എമ്പുരാൻ എന്നങ്ങനെ പറഞ്ഞു. ഇപ്പൊ ബസൂക്ക എന്ന് പറഞ്ഞ ചിത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ബസൂക്കയിൽ നമ്മുടെ മമ്മൂക്ക സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ ചിത്രത്തില് ഒരു സൂപ്പർ താരം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് തിയേറ്ററിൽ ഇരുന്ന് ആ ചിത്രം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ആ താരത്തിന്റെ വരവ് കണ്ടത് നമ്മുടെ സന്തോഷ് വർക്കിയാണ്. ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി ആ കഥാപാത്രം ചെയ്തപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അതിന് മോശമായിട്ടുള്ള കമന്റുകൾ നിറയെ കേട്ടു. ആ സിനിമയിൽ ഈ മനുഷ്യൻ എന്തിനു വന്നു എന്നുള്ള തരത്തിലൊക്കെ. അതൊന്നും അതിന്റെ ആവശ്യമില്ല. അപ്പൊ ആറാട്ടണ്ണൻ, അതായത് സന്തോഷ് വർക്കി അതിൽ അഭിനയിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. അതാ സന്തോഷ് വർക്കി ആ റോൾ ചെയ്തപ്പോൾ ആ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ, ആ സീൻ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചിരി പടർന്നു. തിയേറ്ററിൽ ഒരു കുലുക്കമായിട്ടൊരു ചിരി കടന്നു വന്നു. അതാണ് അതിൽ സംഭവിക്കപ്പെട്ടത്. അല്ലാതെ ആറാട്ടണ്ണൻ അല്ലാതെ, സന്തോഷ് വർക്കി അല്ലാതെ ആ കഥാപാത്രം വേറൊരു പുതുമുഖ നടൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ചിരി നമുക്ക് കിട്ടണമെന്നില്ല. അതാണ് ആ സിനിമയുടെ ആ സീനിലെ വിജയം. അപ്പൊ ആറാട്ടണ്ണനെ നിരന്തരം കളിയാക്കുകയും ട്രോളുകയൊക്കെ ചെയ്യുന്നവരുടെയൊക്കെ ആ മനോഭാവത്തിൽ നിന്നുണ്ടായ ശരിയാണ് അതൊന്നും നമുക്ക് അവിടെ അത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് ആ സംഭവിക്കപ്പെട്ടത്. അല്ലാതെ ആറാട്ടണ്ണൻ ഇപ്പൊ കുറെ കാലമായിട്ട് ഇപ്പൊ സിനിമ റിവ്യൂ പറയുന്നു. അതായത് ആറാട്ട് എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് അദ്ദേഹം ആദ്യത്തെ ഒരു റിവ്യൂ പറഞ്ഞ് ആറാടുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടി ഉണർന്നങ്ങോട്ട് വന്നപ്പോൾ അത് ഭയങ്കര ട്രോളായി മാറി. പിന്നീട് അദ്ദേഹത്തിന് നിരന്തരം ട്രോളി അദ്ദേഹത്തിന് ഒരു കോമഡി ആക്കി തീർക്കുകയാണ് സമൂഹം ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹം പറയുന്ന സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ഒന്നും ആരും ശ്രദ്ധ വെക്കുന്നേ ഇല്ല. അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സന്തോഷ് വർക്കി അത്തരത്തിലുള്ള കോമഡികളൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് അങ്ങനെയാണെങ്കിൽ അത് സന്തോഷം, അങ്ങനെ മുന്നോട്ട് പോട്ടെ. പക്ഷെ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ബസൂക്കയിൽ അഭിനയിച്ചത് അത് സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനിയും നല്ല വേഷങ്ങൾ കിട്ടട്ടെ. അദ്ദേഹവും ഇതേപോലെ തന്നെ നല്ലൊരു നായകനായിട്ട്, സന്തോഷ് വർക്കി നല്ലൊരു നായകനായിട്ട് വരികയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അടിപൊളിയാക്കാം. അതായത് ഈ തരത്തിലുള്ള ഈ കാറ്റഗറിയിലുള്ള മനുഷ്യർ മാത്രം സിനിമാ നടനായാൽ മതി അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആർക്കും ആവാം. എല്ലാവരുടെ ഉള്ളിലും കഴിവുകളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം, എല്ലാവർക്കും നടനായി മാറാം, നേട്ടങ്ങൾ ഉണ്ടാക്കാം, അവരുടെ കഴിവുകൾ തെളിയിക്കാം. അതൊക്കെ സിനിമാ മേഖലയിൽ സ്വാഭാവികമായിട്ട് കടന്നു പോകുന്ന ഓരോ പടികളാണ്. അപ്പൊ ഈ രണ്ട് ചിത്രങ്ങളിലും ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ള വേഷങ്ങൾ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അതും സ്വാഭാവികമാണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റുകളായിട്ട് അറിയിക്കണം. പിന്നെ ഇതേപോലെ തന്നെ ഇവരെ പോലെ തന്നെ മുൻപ് കുറെ കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്കൊക്കെ ഏറെ മുൻപ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞൊരു നടൻ ഉണ്ടായിരുന്നു നമുക്ക്. ആ നടനെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് തരത്തിലൊക്കെ അധിക്ഷേപിച്ചും മോശപ്പെടുത്തിയും കളിയാക്കിയൊക്കെ കുറ്റപ്പെടുത്തിയും പരിഹാസപ്പെടുത്തിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയ താരമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇന്നത്തെ വാക്കുകളൊക്കെ എല്ലാ മനുഷ്യരും ചെവിയോർത്ത് കാതോർത്ത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത്രയേറെ ജീനിയസ് ആയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ കളിയാക്കിയവരൊക്കെ എവിടെ പോയി, കുറ്റപ്പെടുത്തിയവരെവിടെ പോയി? അതാണ് കാലം മുന്നോട്ട് ഓടുമ്പോൾ, മുന്നോട്ട് പായുമ്പോൾ ഇതൊക്കെ നമ്മളുടെ മുന്നോട്ടുള്ള വിജയത്തിന്റെ ഒപ്പം തന്നെ എല്ലാം ഈ ലോകം തന്നെ നമുക്കൊപ്പം കൂടിച്ചേർന്ന് വരുന്നു. അതാണ് സംഭവിക്കപ്പെടുന്നത്. അപ്പൊ എൻ്റെ അഭിപ്രായം ഇതാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.